ഹായ് എവരി വൺ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മീൻ കറിയും പൊട്ട് അല്ലെങ്കിൽ മീൻ പൊട്ട് അതാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ എൻ്റെ സിംഗപ്പൂർ ഏപ്രിൽ എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? അപ്പോൾ മീൻ പൊട്ടിന് കുറച്ച് മീൻ വേണം. 500 to 600 grams, നല്ല ഫ്രഷ് ആയിരിക്കണം. പിന്നെ ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത്, ഇതൊരു 10 ഉള്ളിയോളം ഉണ്ട് കേട്ടോ. അതുകൂടാതെ ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം. 1 ടീസ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞതും 2 ടീസ്പൂൺ വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത്. പിന്നെ ഇത് കുടംപുളി ഇട്ട് വെച്ച മീൻ കറിയാണ്. ഒരു 3-4 കഷ്ണം കുറച്ച് ചൂടുവെള്ളത്തിൽ വെച്ചിരുന്നു. 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് മൺചട്ടിയിൽ ചൂടാവുന്നുണ്ട്. ഇതിലേക്കൊരു വലിയ നുള്ള് ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത്, അതുപോലെ ഒരു 2 പച്ചമുളക് സ്ലൈസ് ചെയ്തത്. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഉള്ളിയൊക്കെ വഴറ്റുന്ന നേരത്തെ ആ മണമില്ല, എന്ത് രസമാണ്. കോവിഡ് ഉണ്ടായിരുന്നു, കുറേ നാൾ എനിക്ക് ഈ മണം കിട്ടില്ലായിരുന്നു. ഇപ്പോൾ പിന്നെ കിട്ടി തുടങ്ങി. പിന്നെ മീൻ ഉപയോഗിക്കുന്നത് നല്ല ദശക്കട്ടിയുള്ള മീനായിരിക്കണം, നെയ്മീനൊക്കെ പോലെ. പിന്നെ വറ്റയൊക്കെ നല്ല ഓപ്ഷനായിരിക്കും. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയുടെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി തക്കാളി ചേർത്ത് കൊടുക്കും. 1 തക്കാളി സ്ലൈസ് ചെയ്തത്. ഇനി ഇത് നന്നായിട്ട് വഴറ്റി ആ തക്കാളി ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് വരണ വരെ നമുക്ക് വഴറ്റിയെടുക്കാം. തക്കാളി നല്ല പാകത്തിന് പഴുത്ത തക്കാളി ഉപയോഗിക്കാൻ നോക്കണം. ഇനി നന്നായിട്ട് ഉടഞ്ഞു വരണം. വീഡിയോ എടുക്കുന്ന ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ചോദിച്ചിട്ട് ഓരോരുത്തർ വരും ഇവിടെ. പിന്നെ എൻ്റെ ഫ്ലോ കുറച്ച് നേരത്തേക്ക് പോകും. തക്കാളിയൊക്കെ ഉടഞ്ഞ് നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 4-5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അവർക്ക് ഇഷ്ടമുള്ളൊരു മുളക് പൊടി ഉണ്ടാവും. ഞാൻ മിക്കപ്പോഴും കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ അതും ചേർത്തു. പിന്നെ സ്പൈസസ് ഇട്ടാൽ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ ചെറുതായിട്ട് ഇത്തിരി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഫ്ലെയിമും അഡ്ജസ്റ്റ് ചെയ്യണം. ആ സ്പൈസസിൻ്റെയും ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ കുടംപുളി ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഞാൻ കൈ കഴുകിയതാണ് കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ ആ കുടംപുളി സോക്കിയത് വെള്ളം ചേർത്ത് കൊടുക്കണില്ല. നല്ല കറുപ്പാണല്ലോ, അപ്പോൾ ഇടയ്ക്ക് മീൻകറിയുടെ കളർ മാറിപ്പോവും. അതും കൂടി ചേർത്താൽ ഇടയ്ക്ക് എനിക്ക് പറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 2.5 മുതൽ 3 കപ്പ് വരെ വെള്ളം, ആ മീനിന് ആവശ്യമുള്ള അത്രയും വെള്ളം അതും കൂടി ചേർത്ത് അതൊന്ന് തിളച്ച് വരച്ച്. പിന്നെ എൻ്റെ സൈറ്റിലും പഴയ വീഡിയോസായിട്ടും ഒരുപാട് മീൻ കറികൾ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കാണാത്തതാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അതുപോലെ എൻ്റെ വെജിറ്റേറിയൻ ഫ്രണ്ട്സിന് വേണമെങ്കിൽ മീനില്ലാത്ത മീൻ കറി ഉണ്ടാക്കിയിട്ട് നമ്മൾ പച്ചക്കായ ഇട്ടിട്ട് അതും ഉപയോഗിക്കാം. അപ്പോൾ ചാറൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പ് ചേർക്കാം. ആദ്യം 1 ടീസ്പൂൺ ചേർക്കാം, പിന്നെ നമുക്ക് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. മീനിട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും ഒന്നും കൂടി കഴുകിയിട്ട് നന്നായിട്ട് വെള്ളം കളയും കേട്ടോ. അപ്പോൾ പാകത്തിന് വെള്ളം ഉണ്ടോ എന്ന് നോക്കാം. പിന്നെ മീൻ പുട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ടുപൊടി കുറച്ച് ഞാൻ നനച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പുട്ടുണ്ടാക്കാൻ ഇപ്പോൾ മിക്കവർക്കും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും ബിഗിനേഴ്സ് കുട്ടികളുണ്ടെങ്കിൽ പഴയൊരു വീഡിയോ ഉണ്ട് കേട്ടോ, അരിപ്പൊടി വെച്ചിട്ട് പുട്ടുണ്ടാക്കുന്നത്. അത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. 10 മിനിറ്റ് ടൈമർ വെക്കാം. അപ്പോഴേക്കും മീൻ വെന്ത് കറി നന്നായിട്ട് വറ്റിയിട്ടുണ്ടാവും. ഈ സമയത്ത് നല്ല 1-ാം പാല് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് കൂടി ഒന്ന് തിളച്ചാൽ മതി. പിന്നെ ഇതുപോലെ ചട്ടി ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. ഇനി തവിയൊന്നും ഉപയോഗിക്കേണ്ട, മീൻ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഉപ്പ് പാകത്തിന് കുറച്ച് ഇട്ട് കൊടുക്കാം. നല്ല അസൽ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഫ്രഷ് ചെറിയ തേങ്ങ ഉണ്ട്. പിന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ചെറിയ ചിരട്ട ഷേപ്പിലുള്ള പുട്ട് സ്റ്റീമറാണ്. അപ്പോൾ ചിലർക്ക് ഇതിൽ പുട്ടുണ്ടാക്കുമ്പോൾ ഇതിൽ വിട്ട് കിട്ടാതെ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ഇട്ടതിൻ്റെ ഉള്ളിൽ ആദ്യം ഒന്ന് തടവി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പുട്ട് ഈസി ആയിട്ട് വിട്ടിട്ടും. അപ്പോൾ പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് കുറച്ച് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ആ സ്റ്റീം ആവി നന്നായിട്ട് കയറാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ മീൻകറി എടുത്തിട്ട് അതിലത്തെ കഷ്ണം കുറച്ച് ഇങ്ങനെ മുള്ളൊക്കെ ഒന്ന് മാറ്റണം. മുള്ളുണ്ടാവരുത് മീൻ പുട്ടുണ്ടാക്കുമ്പോൾ. അപ്പോൾ മുള്ളൊക്കെ മാറ്റി കുറച്ച് കറി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ തേങ്ങ ഇട്ടതിൻ്റെ മുകളിൽ കുറച്ച് പുട്ടുപൊടി ആദ്യം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മീൻ കഷ്ണങ്ങൾ, മുള്ളില്ലാത്ത കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചിറ്റപ്പുട്ടിന് ആവശ്യമുള്ള അത്രയും ചാറ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം.
അത്ര മതിയാവും. ഇനി ബാക്കി പുട്ടുപൊടി നിറയ്ക്കാം. അങ്ങനെ ചെറിയ പ്രഷർ കുക്കറിൽ വെക്കുന്ന പുട്ട് സ്റ്റീമറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് വെച്ച് 6 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ഉപയോഗിക്കുന്ന പുട്ടുകുട്ടിയുടെ സൈസ് അനുസരിച്ചിട്ട് വേണം ടൈം സെറ്റ് ചെയ്യാൻ. അപ്പോൾ 6 മിനിറ്റായി നമ്മുടെ മീൻ പുട്ട് റെഡിയായല്ലോ. അപ്പോൾ എത്ര പേര് ഉണ്ട് അതനുസരിച്ചിട്ട് ഇതുപോലെ ഓരോ പുട്ട് ഉണ്ടാക്കിയാൽ മതി. ഓരോ ആൾക്ക് ഒരെണ്ണമൊക്കെ മതിയാവും. പിന്നെ കറി ബാക്കി മുകളിലൊഴിക്കാനുള്ളത് ബാക്കി ഉണ്ടാവും. അപ്പോൾ ഇത് അപ്പം തന്നെ കഴിക്കണം കേട്ടോ. നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കുന്നതാണ് എപ്പോഴും രസം. അല്ലെങ്കിൽ ആ മീൻ കറിയും പുട്ടും സെപ്പറേറ്റ് ആയിട്ടും കഴിക്കാം. പക്ഷേ ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ. അപ്പോൾ ഇത് നല്ല രസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. സിമ്പിൾ റെസിപ്പീസും നല്ലതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു കമൻറ്റ് ഇടാൻ മറക്കല്ലേ. റെസിപ്പി ട്രൈ ചെയ്താൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം ഷാന.